ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. ഈണത്തിനൻപത് പ്രിയ ഗായകൻ ഫിറോസ് ബാബുവിനെ സംസ്കാര പെരുവഴി അമ്പലത്തിന്റെ നേതൃത്വത്തിൽ തിരൂർ പൗരാവലിയുടെ ആദരം. സംഗീത രംഗത്ത് അരനൂറ്റാണ്ട് പിന്നിട്ട പ്രശസ്ത ഗായകനും തിരൂരിന്റെ അഭിമാനവുമായ ഫിറോസ് ബാബുവിനെ തിരൂർ പൗരാവലിയാണ് ആദരിച്ചത്. തിരൂരിന്റെ കലാസാഹിത്യ സംഗീത സാംസ്കാരിക രംഗത്തെ സജീവ സാന്നിധ്യമായ സംസ്കാര കലാ സാംസ്കാരിക വേദി പെരുവഴി അമ്പലത്തിന്റെ നേതൃത്വത്തിൽ തിരൂർ ടൗൺ ഹാളിൽ വെച്ച് ഫിറോസ് ബാബുവിനോടുള്ള ആദരസൂചകമായി ഈണത്തിനൻപത് എന്ന പേരിൽ 2 ദിവസം വിപുലമായ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ഡോക്ടർ MP അബ്ദുസമദ് സമദാനി നിർവഹിച്ചു. വേണുഗോപാൽ കൽക്കത്ത അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ ഫിറോസ് ബാബുവിന്റെ 50 വർഷത്തെ സംഗീത ജീവിതത്തിന്റെ ഓർമ്മകളുടെ ഗാനലോകവീഥികളിൽ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. സെൽറ്റി തിരൂർ, അഡ്വക്കേറ്റ് വിക്രമകുമാർ, താനാളൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഷ്റഫ് V, PP അബ്ദുറഹിമാൻ എന്നിവർ ആശംസകൾ പറഞ്ഞു. അനിൽ കോവിലകം സ്വാഗതവും അരുൺ ചെമ്പ്ര നന്ദിയും പറഞ്ഞു. തുടർന്ന് നടന്ന പരിപാടിയായ കൽബിലെ പാട്ടുകൾ എന്ന ഫിറോസ് ബാബു ആലപിച്ച ഗാനങ്ങളുടെ മത്സര പരിപാടി തിരൂർ നഗരസഭ ചെയർപേഴ്സൺ AP നസീമ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം ഫിറോസ് ബാബുവും സഹപാഠികളുടെയും സൗഹൃദ സംഗമം നടന്നു. പരിപാടിയുടെ ഉദ്ഘാടനം KT ജലീൽ MLA നിർവഹിച്ചു. തുടർന്ന് മാപ്പിളപ്പാട്ടിലെ സംഗീതവും സാഹിത്യവും സെമിനാറും അതിനുശേഷം നാട്ടിലെ പാട്ട് എന്ന ക്ലബ് മെഹഫിൽ സെൽറ്റി തിരൂരും ഫിറോസ് ബാബുവും തമ്മിലുള്ള സൗഹൃദ സംഭാഷണവും പഴയ ക്ലബ്ബുകളുടെ പരിപാടിയും കാണികൾക്ക് പുതിയ അനുഭവമായി. തുടർന്ന് നടന്ന 25ഓളം ഗായകർ പങ്കെടുത്ത പൂനില പുഞ്ചിരി തൂകി എന്ന മെഗാ മാപ്പിളപ്പാട്ട് അക്ബർ ട്രാവൽസ് ചെയർമാൻ KV അബ്ദുൽ നാസർ ഉദ്ഘാടനം ചെയ്തു. പ്രിയങ്കരനായ പാട്ടുകാരൻ ഗായകൻ ഫിറോസ് ബാബുവിനെ തിരൂരിന്റെ പൗരാവലി ആദരിക്കുകയാണ്. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ ഭാഷാപിതാവിൻ്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ തിരൂർ, അതിനുപരി സ്നേഹിക്കാൻ മാത്രം അറിയുന്ന മലപ്പുറം ജില്ലയിലെ അനർഘളമായൊരു മണ്ണാണ് തിരൂർ. ഞങ്ങൾക്ക് പ്രചോദനം നൽകിയ തിരൂരിൻ്റെ പൗരാവലി ഞങ്ങളുടെ കൂടെയുണ്ട്. ഈ അവസരത്തിൽ നമ്മൾ ഇങ്ങനെ ഒത്തുകൂടുന്നു. നമ്മളെല്ലാവരും സന്തോഷവാന്മാരാണ്. കാരണം സംസ്കാരയും പൗരാവലിയും ഈ ഒരു പ്രവർത്തനവുമായി മുന്നോട്ട് പോയപ്പോൾ ഞങ്ങൾക്കുണ്ടായൊരു അനുഭവം എന്ന് പറയുന്നത് അത് ഫിറോസിൻ്റെ പരിപാടിയല്ലേ, ഫിറോസല്ലേ എന്നുള്ള അവരുടെ സംസാരങ്ങളുണ്ട്. ഒരാൾ പോലും ഈ ഒരു പരിപാടി നടത്തരുത് എന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. ഈ ചരിത്രം പഴയ കാലത്ത് കേരളത്തിലേക്ക് ഹിന്ദുസ്ഥാനി സംഗീതം എങ്ങനെയാണ് വന്നത് എന്ന് ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അതിൻ്റെ ഉറവിടം അന്നത്തെ അവിഭക്ത ജില്ലയായ കോഴിക്കോടായിരുന്നു, അന്ന് മലപ്പുറമില്ലല്ലോ. ആ ഒരു കാലത്ത് ഈ ഹിന്ദുസ്ഥാനി സംഗീതം നമുക്കെല്ലാം പ്രിയപ്പെട്ട എവിടെ മലയാളിയുണ്ടോ അവരുടെ എല്ലാം മനസ്സിൽ സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ശോകത്തിൻ്റെയും ആർദ്രതയുടെയും വിത്തുകൾ പാകിക്കൊണ്ട് ഹർഷപ്രതുകരാകുന്ന എത്രയോ ഇമ്പമേറിയ ഗാനങ്ങൾ ലോകത്തിന് സമ്മാനിച്ച നമ്മുടെ പ്രിയപ്പെട്ട ബാബുരാജൻ തിരൂരിൽ നിത്യ സന്ദർശകനായിരുന്നു. ഇവിടുത്തെ ക്ലബ്ബുകളിൽ ഞാൻ തന്നെ എത്രയോ തവണ അദ്ദേഹത്തിൻ്റെ തിരൂരിലെ ക്ലബ്ബുകളിൽ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെയായിരുന്നു അക്കാലത്ത് തിരൂരിലുണ്ടായിരുന്ന ബഹുമാന്യനായ ഹിന്ദുസ്ഥാനി സംഗീത ഉസ്താദ് നമ്മുടെ പ്രിയപ്പെട്ട വിൻസെൻ്റ് മാഷും. അദ്ദേഹം നമ്മുടെ പ്രിയപ്പെട്ട ഫിറോസ് ബാബുവിൻ്റെ ഗുരു കൂടെയാണ്. സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. കഴിഞ്ഞ പാർലമെൻറ്റ് സമ്മേളനത്തിനിടയിൽ തിരൂരിൽ നിന്ന് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ വിളിച്ച് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ അവരോട് എൻ്റെ സന്തോഷവും എൻ്റെ ഈ പരിപാടിയോടുള്ള ഉത്തമ വികാരവും എൻ്റെ മാനസികമായ ഐക്യദാർഢ്യവും ഞാൻ പ്രകടിപ്പിക്കലുണ്ടായി. ബഹുമതിയുള്ളതുമാണ് യഥാർത്ഥത്തിൽ നാട്ടുകാർ നൽകുന്ന സ്വീകരണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിലേക്ക് പ്രിയപ്പെട്ട ബഷീർ ഷംസുദ്ദീൻ ഇവരൊക്കെ വിളിച്ചതിന് പുറമെ ഷംസുദ്ദീൻ MLA ഒക്കെ എന്നെ ഡൽഹിക്ക് വിളിച്ചിരുന്നു ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട്. വളരെ ഗംഭീരമായിട്ടാണ് ഈ പരിപാടി ആവിഷ്കരിച്ചിട്ടുള്ളത്. ഫിറോസ് ബാബുവിൻ്റെ ഇതപര്യന്തമുള്ള സംഗീത സേവന പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യമായ രീതിയിലാണ് പരിപാടികൾ ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ളത്. പല സെഷനുകൾ, സംഗീത പരിപാടികൾ,
ചർച്ചാവേദികൾ എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അത് തീർച്ചയായും ബാബുവിൻ്റെ വ്യക്തിത്വത്തിനും അദ്ദേഹത്തിൻ്റെ കർമ്മ പഥങ്ങൾക്കും ഏറ്റവും അനുയോജ്യമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. അദ്ദേഹം ഗായകനാണ്, ഗാനരചയിതാവാണ്. അതിനൊക്കെ പുറമെ സംഗീതത്തെക്കുറിച്ചും ഗാനങ്ങളെക്കുറിച്ചും ആധികാരികമായിട്ട് സംസാരിക്കുകയും ആ രംഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലികമായിട്ടുള്ള പ്രവണതകളുടെ മധ്യത്തിൽ അതിൽ സക്രിയമായി ഇടപെടുകയും ചെയ്യുന്ന ഒരു കലാകാരനാണ് അദ്ദേഹം. അത് അദ്ദേഹം പല സെമിനാറുകളിൽ, ചർച്ചാവേദികളിൽ, റിയാലിറ്റി ഷോകളിൽ വിധികർത്താവായിട്ടോ മറ്റോ ഉള്ള അദ്ദേഹത്തിൻ്റെ സാന്നിധ്യങ്ങളിൽ ഒക്കെ അദ്ദേഹം പ്രകടമാക്കുന്നത് മലയാളികൾക്ക് കാണുവാനും അനുഭവിക്കുവാനും സാധിച്ചിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ, ഇവിടുത്തെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നമ്മുടെ നാടിൻ്റെ ഇങ്ങനെ ഇത്രയും സജീവമായി, ഇത്രയും ഹരിതാഭമായി, ഇത്രയും ഊഷ്മളമായി നമ്മുടെ കലാരംഗത്ത്, സാംസ്കാരിക രംഗത്ത് ഇടപെട്ട ബാബുവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആദരമർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ശുദ്ധ സംഗീതത്തിൻ്റെ പാരമ്പര്യത്തിന് സമർപ്പിക്കുന്ന ആദരമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഞാനൊരു വാക്കുപയോഗിച്ചു, ശുദ്ധ സംഗീതം എന്ന്. അങ്ങനെയും ചിലതുണ്ട്. എല്ലാ രംഗത്തും ഇന്ന് പല പുതിയ പ്രവണതകൾ കാണപ്പെടുന്നതാണ്. പുതിയതൊക്കെ മോശമാണ്, പുതിയതൊക്കെ തെറ്റാണ്, പഴയത് മാത്രമാണ് ശരി എന്ന അഭിപ്രായമുള്ള ഒരാളല്ല ഞാൻ. ചില പുതിയതും നമ്മെ അത്ഭുതപ്പെടുത്തും, ചില പുതിയത് പഴയതിനെ അനുസ്മരിപ്പിക്കും. അത് എഴുത്തിലായാലും പാട്ടിലായാലും ഒക്കെ, മറ്റ് പല മേഖലകളിലും. പക്ഷെ അതൊക്കെ അങ്ങനെയൊക്കെ ആയിരിക്കുമ്പോഴും ചില കാര്യങ്ങൾ പറയാതെ വയ്യ. പല പുതിയതും അത്ര നല്ലതിനാണോ, നല്ലതിലേക്കാണോ കൊണ്ടുപോകുന്നത് എന്ന് വളരെ ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ടതുണ്ട്. ചില തനിമകൾ നഷ്ടപ്പെടുന്നത് നല്ലതിനാണോ എന്നും ആലോചിക്കേണ്ടതുണ്ട്. ഇതും കൂടി പറഞ്ഞു വെച്ചാൽ മാത്രമേ ഞാൻ യഥാർത്ഥത്തിൽ ഫിറോസ് ബാബുവിനെ അനുമോദിക്കുന്ന ചടങ്ങിൽ ഭാഗഭാക്കാകുന്നുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. മുജ്സെ മേരി ജവാനി മഗർ മുജ്കോ ലൗട്ടാ ദോ ബച്പൻ കാ സാവൻ वो कागज की कश्ती मखलूक जिन इंसाना मलके समानूना. അതിലൊരു വരി മലയാളമില്ല. അർത്ഥമുള്ള പാട്ടുകൾക്ക് പ്രാധാന്യം നൽകുകയും അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന വലിയൊരു ദൗത്യം ഏറ്റെടുത്ത ആളാണ് ഫിറോസ് ബാബുക്ക. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് കാലങ്ങളായിട്ട് അത് ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. സമയം ഒരുപാട് വൈകിയിട്ടുണ്ട്. എന്നിരുന്നാലും ഇത്തരത്തിലുള്ള ഒരു പരിപാടി നടക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു അധ്യക്ഷ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഒരു ആശംസ പറയാതെ പോകുന്നത് തെറ്റായി പോകുന്നു മനസ്സിലാക്കിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഒട്ടനവധി പരിപാടികളുണ്ട്, തിരക്കുകളുണ്ട്. തീർച്ചയായും 50 വർഷമല്ല, ഇനിയും ഒരുപാട് നാൾ സംഗീത ലോകത്തിലൂടെ നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ, പുതിയ തലമുറയ്ക്ക് നന്മയുടെ വെളിച്ചം പകരാൻ പാട്ടിലൂടെ പ്രിയപ്പെട്ട ഫിറോസ് ബാബുക്ക് കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. ഈ ചടങ്ങ് എല്ലാ തരത്തിലും വിജയമാവട്ടെ. എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും. ഇതിന് സംഘാടക സമിതി. ഞാൻ ലോകത്തെ ഏറ്റവും അധികം ബഹുമാനിക്കുന്നത് അധ്യാപകരെ. എനിക്ക് അക്ഷരം പറഞ്ഞു തന്ന, അറിവ് പറഞ്ഞു തന്ന, പകർന്നു തന്ന, വാക്കുകളെ കൂട്ടിച്ചേർത്ത് പറയാനും പാടാനും പഠിപ്പിച്ച അധ്യാപകർക്കപ്പുറം മറ്റൊരു ലോകമില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ പലപ്പോഴും. അപ്പോൾ അധ്യാപികയുടെ മകനായതുകൊണ്ടുകൂടിയാണ് അക്ഷരത്തിൻ്റെ വില, അറിവിൻ്റെ വില, അതുവഴി തന്നെ പാട്ടിൻ്റെ വില. അതുകൊണ്ടാണ് നല്ല പാട്ടുകളെ സമദാൻ സാഹിബ് ഒരു ഘട്ടത്തിൽ പറഞ്ഞ പോലെ ദാസേട്ടനും ജയേട്ടനും ഈവൻ മുഹമ്മദ് റഫി സാഹിബിന് പോലും ചിലപ്പോൾ ഇൻഡസ്ട്രിയുടെ ചില കിടപ്പ് കൊണ്ട് പലതരം പാട്ടുകളും പാടേണ്ടി വന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞ പോലെ ഞങ്ങൾക്കൊക്കെ അറിയുന്നത്. ഓർമ്മിക്കപ്പെടുന്ന കുറച്ച് പാട്ടുകളെങ്കിലും ഒരു കാലഘട്ടം പാടാൻ കഴിഞ്ഞു എന്നതും ആ പാട്ടുകൾ നിങ്ങൾ കേട്ടു എന്നതും നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതൊക്കെയാണ്
ഇന്ന് സംസ്കാരയും എൻ്റെ നാട്ടുകാരും എന്നെ എന്നും കാണുന്നവരും നാളെയും കാണാനുള്ളവരും ഒക്കെ ചേർന്ന് ഇവിടെ ഇങ്ങനെ ഒരു ചടങ്ങ് ഒരുക്കിയതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരുപാട് വാക്കുകൾ പറയാൻ എനിക്ക് കഴിയുന്നില്ല. ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങളുടെ പ്രിയ അബ്ദുൽ സമദാനി സാഹിബിന് ഞങ്ങളുടെ സംഘാടക സമിതിയുടെ ഭാഗത്തു നിന്ന് ഊഷ്മളമായ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതോടൊപ്പം ഈ പരിപാടിയിൽ നല്ല തിരക്ക് കൊണ്ട് നിൽക്കുകയായിരുന്നു നമ്മളെ AP നസീമ മാഡം ചെയർപേഴ്സൺ. അവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാനൊരു തീരദേശ മേഖലയിൽ നിന്ന് വരുന്ന ഒരാളാണ്. എൻ്റെ ചെറുപ്പത്തിലൊക്കെ അവിടെ ഒരുപാട് ഗാനമേളകൾ ഉണ്ടാവാറുണ്ട്, കല്യാണത്തിനും അല്ലാതെ ഒക്കെ. അന്നൊക്കെ ഈ ഫോട്ടോയിൽ കാണുന്ന അതേ ഫിറോസ്ക തന്നെയാണ് ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നും അദ്ദേഹത്തിൻ്റെ ആരോഗ്യവും അതുപോലെ തന്നെ പാട്ടും ഇതുപോലെ നിലനിൽക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക. മറ്റൊരു വിസ്മയത്തിന് കൂടി സാക്ഷിയാവുകയാണ്. KP മമ്മി റസീന ടീച്ചർ ദമ്പതികളുടെ പാട്ടുപരിചയം സമ്മാനിച്ച ആ സ്വർഗീയ കാലത്ത് തിരൂരിൽ ഹാർമോണിയത്തിൻ്റെ ശബ്ദം കേൾക്കാത്ത ഇടങ്ങളുണ്ടായിരുന്നില്ല. മതിലുകളില്ലാത്ത ആ മനുഷ്യ സ്നേഹത്തിൻ്റെ ഉത്തമ സംസ്കാരം പടുത്തുയർത്തിയ ഒട്ടനവധി പ്രതിഭകളുടെ കഥ പറയാനുണ്ട്. 9, 10 ക്ലാസ്സുകളിലാണ് ഫിറോസ് ബാബു ഞങ്ങളൊക്കെ ഒരു ടീമായി രൂപപ്പെടുന്നത്. ക്ലാസ്മേറ്റാണ്, എൻ്റെ ചേച്ചിയുടെയും ക്ലാസ്മേറ്റാണ്. ഏഴൂർ സ്കൂളിൽ ഒരു ക്ലാസ്സിൽ പഠിച്ച ആൾക്കാരാണ്. അപ്പം ഞാൻ അധ്യക്ഷ ഭാഷണത്തിന് മുതിരുന്നില്ല. കോട്ട് സ്കൂളിൽ പഠിച്ചിരുന്ന എൻ്റെ അനിയത്തി ഫാത്തിമ ഫിറോസ് ബാബുവിനെ കുറിച്ചും ഫിറോസ് ബാബുവിൻ്റെ സഹോദരിമാരെക്കുറിച്ചും ഉമ്മയെക്കുറിച്ചുമൊക്കെ കുട്ടിക്കാലത്ത് വീട്ടിൽ വന്ന് പറഞ്ഞു തുടങ്ങിയത് മുതൽക്കാണ് ഏതാണ്ട് 5 വർഷവും ഫിറോസ് ബാബുവിൻ്റെ ഗാനമേള ഞങ്ങളുടെ കോളേജ് യൂണിയൻ ഇനാഗുറേഷനും കോളേജ് ഡേക്കും ഉണ്ടായിരുന്നു. ഫിറോസ് ബാബു എല്ലാ കുട്ടികൾക്കും പ്രിയപ്പെട്ടയാളായിരുന്നു. ഒരു പ്രസംഗകനേക്കാൾ ക്യാമ്പസിൽ സർവാംഗീകാരം ലഭിക്കുക ഒരു ഗായകനാകും. കാരണം പ്രസംഗകർ ഏതെങ്കിലും ഒരു പക്ഷത്ത് നിന്നുകൊണ്ടാകും സംസാരിക്കുക. കലാകാരന് ഒരു പക്ഷത്തും നിൽക്കാൻ സാധിക്കില്ല. അങ്ങനെ ഒരു കോളേജ് വിദ്യാർത്ഥി എന്നുള്ള തലത്തിൽ നിന്ന് പേരെടുത്ത ഒരു ഗായകൻ എന്ന വിധാനത്തിലേക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ഉയരുന്നത് വളരെ അഭിമാനത്തോടെയാണ് ഞങ്ങളെല്ലാവരും നോക്കിക്കണ്ടത്. ഫിറോസിനോട് ആർക്കും പകയോ വിദ്വേഷമോ അസൂയയോ ഉണ്ടാവാൻ ഇടയില്ല. കാരണം ഫിറോസ് എപ്പോഴും ഒരു കലാകാരൻ എങ്ങനെയാകണം എന്നുള്ളതിൻ്റെ മികച്ച ഉദാഹരണമാണ് ഞങ്ങൾക്ക് മുന്നിൽ കാഴ്ചവെച്ചത്. വിദ്വേഷവും ദേഷ്യം പിടിക്കലും ഒന്നും ഫിറോസ് ബാബുവിൻ്റെ ഡിക്ഷണറിയിൽ ഇല്ലായിരുന്നു. ഇത് വേറെ ബലം പിടിച്ചിരുന്ന കാര്യമില്ല. ഫിറോസിന്റെ ഞങ്ങൾ ആ കൂട്ടായ്മയുടെ ഒരു രസവും കിട്ടണമെങ്കിൽ ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോയാലേ സുഖം ഉണ്ടാവുള്ളൂ. ഫിറോസ് ബാബുവിനെ സംബന്ധിച്ചിടത്തോളം കൊടി സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് തന്നെ അവൻ ഒരു ശ്രദ്ധിക്കപ്പെട്ട ഒരു ഗായകനായിരുന്നു. തന്നെയുമല്ല, ഞാൻ എൻ്റെ അയൽവാസി ബന്ധം കൂടി ഉണ്ടായിരുന്ന ഭാഷയും നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ കോളേജിൻ്റെ പേരിലും ഞങ്ങളുടെ എല്ലാവരുടെ പേരിലും സ്നേഹത്തോടെ ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിക്കുന്നു. ഇനിയും ഒരുപാട്
വേദിക കീഴടക്കി മുന്നോട്ട് പോകാൻ ഞങ്ങളുടെ കഴിയട്ടെ. നിരവധി സമയങ്ങളിലും സന്ദർഭങ്ങളിലും ഒക്കെ തന്നെ നിരവധി സംഘാടകർ ഇതൊക്കെ ആഘോഷിക്കാൻ മുൻനിരയിൽ നിന്നെങ്കിലും അതൊക്കെ എവിടെയും എത്താതെ പോയ ഒരു അവസരത്തിലാണ് നമ്മുടെ നാടിൻ്റെ സാംസ്കാരിക വേദിയായിട്ടുള്ള തിരൂർ അമ്പലത്തെ സംസ്കാര തിരൂർ എന്നറിയപ്പെടുന്ന ക്ലബ്ബ് ഈ ഒരു പരിപാടി ഏറ്റെടുത്ത് നടത്താൻ മുന്നോട്ട് വന്നത്. ഈ പരിപാടി സംഘടിപ്പിച്ച സംസ്കാരക്ക് തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്താനും അതോടൊപ്പം തന്നെ സംസ്കാര തിരൂരിൻ്റെ ഈ ഒരു സംസ്കാരം മറ്റുള്ള എല്ലാവർക്കും മാതൃകയാവട്ടെ എന്നുകൂടെ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. ഒരു തിരൂരിൻ്റെ ചരിത്രത്തിൽ എഴുതപ്പെടുന്ന ഒരു പരിപാടിയായി മാറുകയാണ്. ഫിറോസ് ബാബുവിനെ ഞാൻ ആമുഖമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. എല്ലാവിധ ആശംസകളും നേരുകയാണ്. വളരെ നാടൻപാട്ടിൻ്റെ മേഖലയിൽ മാപ്പിളപ്പാട്ട് ഉൾപ്പെടുത്തിയ ഒരു പാരമ്പര്യമുണ്ട്. കാരണം മഹാകവി ഉള്ളുവരിനെ പോലെയുള്ള ആളുകൾ ഡോക്ടർ ലീലാവതി കേരള ഭാഷാ ചരിത്രത്തിൽ എഴുതി വെച്ചത് നാടൻപാട്ടിൻ്റെ പാരമ്പര്യമായിട്ടാണ്. പക്ഷേ മാപ്പിളപ്പാട്ടിൻ്റെ ഗൗരവമായ ചർച്ചയിൽ ഇടപെട്ട ഉബൈദ് മാഷും മാഷും ഉബൈദും തുറയൂർക്കുളം ബാപ്പുവിനെ പോലെയുള്ള ആളുകളൊന്നും അങ്ങനെ ചർച്ച ചെയ്തവരല്ല. തൃശ്ശൂർ ഭാഗത്തിൽ കൂടെ തെക്കേ അറ്റത്ത് നിങ്ങൾ ചെന്ന് നിന്നിട്ട് പുറകോട്ടൊന്ന് നോക്കണം. അവിടെ ഒരു കെട്ടിടം ബാക്കിയായി അവിടെയാണ് ബാബുക്കയും അബ്ദുൽ ഖാദറിന്റെയും പല ക്ലബുകളിലും വന്നിരുന്നു, എപ്പോഴും വന്നിരുന്ന അതിന്റെ കാര്യം നമസ്കാരം. ഈണത്തിൻ്റെ 50 വയസ്സ്, സംഗീത രംഗത്ത് 50 വർഷം പിന്നിട്ട ഫിറോസ് ബാബുവിനെ ആദരിക്കാൻ തിരൂർ പൗരവാരി കാണിച്ചത് മഹനീയവും മാതൃകാപരവുമാണ്. തിരൂരിൻ്റെ സ്വന്തം അഭിമാനമായ അതുല്യനായ ശുദ്ധമാതിരി കൊണ്ട് പ്രതിബദ്ധതയും അഗാധ ഗാനശാഖയും മുതൽക്കൂട്ടായ ഫിറോസ് ബാബുവിനെ ആദരിക്കുന്ന ഈ വേദി പുണ്യങ്ങൾ നിറഞ്ഞ ഒരു വേദിയാണ്.
ന്യൂസ്